കൊച്ചുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ റിപ്പീറ്റഡ് ലൈഫ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ഒരു വെപ്രാളം കൊണ്ട് പറ്റിപ്പോകുന്നതാണ്. ഈ NCERT ഫിസിക്സ് ടെക്സ്റ്റ് 4-5 വട്ടമൊക്കെ കിടന്ന് വായിക്കും കേട്ടോ. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലൊക്കെ വായിച്ചാലും നമുക്ക് ചിലപ്പം ചില കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ പെട്ടെന്ന് പാനിക്കാവും. അയാളിപ്പോൾ 2 മണിക്കൂർ പഠിക്കുന്നുണ്ട്, അയാൾക്ക് നല്ല സ്കോർ കിട്ടുന്നുണ്ട്. ഞാൻ 6 മണിക്കൂർ പഠിച്ചിട്ടും എനിക്ക് ഒരു സ്കോർ കിട്ടുന്നില്ല. ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങുന്നു പോലുമില്ല, എന്നിട്ടും എനിക്ക് സ്കോർ കിട്ടുന്നില്ല. അങ്ങനെയൊന്നും ഓർക്കരുത്. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്, ഓരോ കാലിബറാണ്. ചിലവർക്ക് ഫിസിക്സിൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കൂടുതൽ. ചില കോച്ചുങ്ങൾ ഇപ്പോൾ ബ്രില്യൻറ്റിലോ സൈലത്തിലോ ഒക്കെ നിങ്ങൾ ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും അവർ നിങ്ങൾക്കൊരു നോട്ട് തരും. ആ നോട്ട് അതുപോലെ പകർത്തി നിങ്ങൾ ഈ ഇക്വേഷൻ ബുക്കിലും എഴുതി വെക്കും. അപ്പോൾ അതും വായിക്കാൻ തോന്നൂല, ഇതും വായിക്കാൻ തോന്നൂല. നമ്മൾ ഇക്വേഷൻ ബുക്ക് കീപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്ത് റെഫർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇക്വേഷൻസ് എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിൽക്കാം. സ്റ്റേറ്റ് സിലബസോ CBSE കുഴപ്പം ഉണ്ടാകത്തില്ല. സ്റ്റേറ്റ് സിലബസ് പഠിച്ച കൊച്ചുങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ 1+2 3 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ കാൽക്കുലേറ്ററിൻ്റെ ഒരു ആവശ്യം വരും. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് കയറി വരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പരമാവധി ഇൻപുട്ട് കൊടുക്കുക. ചിലപ്പോൾ ആദ്യം ഒന്നും ശരിയാവണമെന്നില്ല, പക്ഷെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എഫേർട്ട്സ് ഇട്ടുകൊണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് ബ്രില്യൻ്റ് ആയാലും സൈലൊക്കെ ആണെങ്കിലും ഒരു അത്യാവശ്യം ഒരു നല്ല ടോപ്പ് ലെവലുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഫാക്കൽറ്റീസും അതേപോലെ ഒരു ടോപ്പ് ലെവലാണ്. ചിലപ്പോഴൊന്നും അവർ നിലത്തിറങ്ങി, അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു ലെവലിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കണമെന്നില്ല. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു നീണ്ട ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഇയറിൻ്റെ കുറേ തിരക്കാണ് മെയിൻ റീസൺ. പ്രസൻറ്റേഷനും SGD എല്ലാം കൂടെ ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പോഴത്തെ ലൈഫ്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ മെസ്സേജും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊച്ചുങ്ങളെ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ചേച്ചി ഫൈനൽ ഇയർ ആണെന്ന് അറിയാം, ചേച്ചിക്ക് സമയം കിട്ടുമ്പോൾ റിപ്ലൈ തന്നാൽ മതി, അങ്ങനെയൊക്കെ പറയുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫിസിക്സിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. കാരണം കുറേ നാളായിട്ട് ഞാനിപ്പം വെറ്റിനറിയുടെയും BDSൻ്റെയും അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം 25-ൽ നീറ്റ് എഴുതിയ കൊച്ചുങ്ങളുടെ അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങൾ, ഗൈഡൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 26-ലെ പിള്ളേരെ മറന്നുപോയോ എന്നാരും ഓർക്കണ്ട, മറന്നൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണേ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യുന്ന കുറച്ച് മണ്ടത്തരങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറയാം കേട്ടോ. കൊച്ചുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ റിപ്പീറ്റഡ് ലൈഫ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ഒരു വെപ്രാളം കൊണ്ട് പറ്റിപ്പോകുന്നതാണ്. ഈ NCERT ഫിസിക്സ് ടെക്സ്റ്റ് 4-5 വട്ടമൊക്കെ കിടന്ന് വായിക്കും കേട്ടോ. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലൊക്കെ വായിച്ചാലും നമുക്ക് ചിലപ്പം ചില കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ പെട്ടെന്ന് പാനിക്കാവും. പിന്നെ ഈ എക്സർസൈസും അതിനകത്തുള്ള സോൾവ്ഡ് എക്സസൈസൊക്കെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന ടെക്സ്റ്റ് വായിക്കാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ടെക്സ്റ്റ് വായിക്കണം, പക്ഷേ നിങ്ങൾ ജസ്റ്റ് 1-2 വട്ടം വായിക്കുക, അതിനകത്തുനിന്ന് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അല്ലാതെ നമ്മളെ NCERT ബയോളജി വായിക്കുന്ന പോലെ റിപ്പീറ്റഡ് ആയിട്ട് NCERT ഫിസിക്സ് നിങ്ങൾ വായിക്കരുത്. ഏറ്റവും കൂടുതൽ ഫോക്കസ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങളിപ്പം പ്രീവിയസ് ഇയറിലെ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാലും എത്ര ടഫ് എക്സാം ആണെങ്കിൽ പോലും അതിനകത്ത് തിയറി ഓറിയൻറ്റഡ് ഫിസിക്സ് ക്വസ്റ്റ്യൻസിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ നമ്മുടെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ നമ്മൾ അത്യാവശ്യം പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക്, പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം തിയറിയൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ വരുവോളാം. സോൾവ്ഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. അതിനകത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്തു നിന്നുള്ള തിയറിയൊക്കെയാണ് പലപ്പോഴും എടുത്ത് അതുപോലെ തന്നെ ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാം. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും നിങ്ങളുടെ സെൽഫിനെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അയാളിപ്പോൾ 2 മണിക്കൂർ പഠിക്കുന്നുണ്ട്, അയാൾക്ക് നല്ല സ്കോർ കിട്ടുന്നുണ്ട്. ഞാൻ 6 മണിക്കൂർ പഠിച്ചിട്ടും എനിക്ക് ഒരു സ്കോർ കിട്ടുന്നില്ല. ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങുന്നു പോലുമില്ല, എന്നിട്ടും എനിക്ക് സ്കോർ കിട്ടുന്നില്ല. അങ്ങനെയൊന്നും ഓർക്കരുത്. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്, ഓരോ കാലിബറാണ്. ചിലവർക്ക് ഫിസിക്സിൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കൂടുതലായിരിക്കും. ചിലവർക്ക് ബയോളജി 1 ടൈം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മെമ്മറി പവർ ആയിരിക്കും. നമ്മളുടെ ഇത് നോക്കുക. അതായത് നിങ്ങൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ച് നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് മാത്രം നോക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമിന് 60 മാർക്കാണെങ്കിൽ അടുത്ത പ്രാവശ്യം അതൊരു 65 70 ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഫിസിക്സിൻ്റെ സ്കോറാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ 60 എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു 120 130 ആണെങ്കിൽ അതൊരു 150 160 ഒക്കെ ആവുന്നുണ്ടോ നിങ്ങൾ നോക്കുക. പിന്നെ ചിലപ്പോൾ ഇപ്പം നേരത്തെ നടന്ന എക്സാം ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊരു 140 150 കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ ടഫ് എക്സാം ആണെങ്കിൽ ഒരു 100 110 ഒക്കെ ആണെങ്കിൽ മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞ് ടെൻഷൻ ആവാതിരിക്കുക. നമ്മൾ ആ ഒരു എക്സാമിൻ്റെ ഒരു ലെവൽ ഓഫ് ലെവൽ ഓഫ് ടഫ് അതും കൂടെ നോക്കിയിട്ട് നിങ്ങളെ വിലയിരുത്താനായിട്ട് ശ്രദ്ധിക്കുക.
പിന്നെന്താ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാവേ. തുടക്കത്തിൽ തന്നെ നിങ്ങളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇപ്പോൾ നിങ്ങൾ എന്താണ് മോഷനിനെ സ്ട്രെയിറ്റ് ലൈൻ ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഇപ്പോൾ NCERT ഒരു 1 ടൈം റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങൾ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരു നോട്ട് എടുക്കുക. ആ നോട്ടിനകത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും ഇക്വേഷൻസും മാത്രമേ എഴുതാവുള്ളൂ. ചില കോച്ചിങ്ങൾ ഇപ്പോൾ ബ്രില്യൻറ്റിലോ സൈലത്തിലോ ഒക്കെ നിങ്ങൾ ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും അവർ നിങ്ങൾക്കൊരു നോട്ട് തരും. ആ നോട്ട് അതുപോലെ പകർത്തി നിങ്ങൾ ഈ ഇക്വേഷൻ ബുക്കിൽ എഴുതി വെക്കും. അപ്പോൾ അതും വായിക്കാൻ തോന്നൂല, ഇതും വായിക്കാൻ തോന്നൂല. നമ്മൾ ഇക്വേഷൻ ബുക്ക് കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്ത് റെഫർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇക്വേഷൻസ് എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം ഇക്വേഷൻസ് മാത്രം അതിനകത്തിൽ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു ഇക്വേഷൻ ബുക്ക് കീപ്പ് ചെയ്യുക, അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണടാ. പിന്നെ ഇപ്പോൾ നിങ്ങൾ മോഷനെ സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞ് മോഷനെ പ്ലെയിൻ ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ഒരു സാഹചര്യം കണ്ടെത്തിയിട്ട് അതൊക്കെ ഒന്ന് ഇക്വേഷൻസ്, അതായത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിൽ അത്രയും ഉറയ്ക്കുവടാ. പിന്നെ വീക്ക്ലി എക്സാംസ്, ഇപ്പം നിങ്ങൾ തൽക്കാലം വീക്ക്ലി എക്സാംസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതായത് കഴിഞ്ഞു പോയ വീക്ക്ലി റിവിഷൻ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ഇനി വരാൻ പോകുന്ന എക്സാംസിന് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ 3 ചാപ്റ്ററാണ് നിങ്ങളുടെ വീക്ക്ലി എക്സാമിന് വരുന്നതെന്നുണ്ടെങ്കിൽ ആ 3 ചാപ്റ്റർ നിങ്ങൾ പക്ക ആക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഇപ്പോൾ ഒരു ബാക്ക്ലോഗ്സ് വന്നാലും അടുത്ത വീക്കിലേക്ക് മുന്നേ അത് പഠിച്ചു തീർക്കാനുള്ള ഒരു ആവേശത്തിൽ ആ 3 ചാപ്റ്ററും കൂടെ കൊണ്ട് കളയാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവരുത്. നമ്മൾ അപ്പോൾ ഉള്ള വീക്കിലി എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്ക്ലോഗ്സ് വരുന്ന ചാപ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്തായാലും മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ചാപ്റ്റേഴ്സൊക്കെ ഒന്നും കൂടെ എക്സാം വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം സമയം കിട്ടും കേട്ടോ ഇതൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ ടെൻഷൻ അടിക്കാതിരിക്കുക. നിങ്ങളുടെ സ്കോർ കൂടുന്നുണ്ടോ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പരമാവധി ഇപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ് സിലബസോ CBSE കുഴപ്പം ഉണ്ടാകത്തില്ല. സ്റ്റേറ്റ് സിലബസ് പഠിച്ച കൊച്ചുങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ 1+2 3 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ കാൽക്കുലേറ്ററിൻ്റെ ഒരു ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ അതൊന്ന് മാറ്റിയെടുക്കുക. നിങ്ങൾക്ക് ഇപ്പം കുറേ പേര് കാൽക്കുലേറ്ററൊക്കെ കൊണ്ടായിരിക്കും നീറ്റിന് പോയിട്ടുണ്ടാകുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾ അത് എടുക്കാതിരിക്കുക. കാരണം നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനമില്ല. പരമാവധി ഏത് കാൽക്കുലേഷൻ ആണെങ്കിലും നിങ്ങൾ ലാസ്റ്റ് വരെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് എന്നാലും മാത്രമേ ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളടാ. ഇപ്പം ഒരു വലിയ ഇക്വേഷൻ എഴുതി അതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്രഷർ കാരണം ഈ ഒരു കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റിപ്പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രം വെക്കാതെ നിങ്ങൾ അതൊരു ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നവരെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം ഒരേ പ്രോബ്ലം തന്നെ 1-2 വട്ടം, അതായത് ഒരേ പ്രോബ്ലം വാല്യൂസ് മാറ്റിയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ബൂസ്റ്റ് ചെയ്യണം. അതായത് നമുക്കൊരു പ്രാക്ടീസ് അല്ലേ, പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ടും സമയം കുറവിൽ ചെയ്യാനായിട്ടും ഒക്കെ ഉള്ളൊരിതുണ്ടാവും. പിന്നെ ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊരു ബുക്കിൽ നോട്ട് ചെയ്ത് പോവുക. കാരണം നിങ്ങൾ എത്ര വട്ടം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴും അത് തെറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ, അത് നിങ്ങളൊരു സെപ്പറേറ്റ് ബുക്കിൽ നോട്ട് ചെയ്ത് പോവുക. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് കേട്ടോ. ഇപ്പം നിങ്ങളിപ്പം ഇക്വേഷൻ ബുക്കിൽ തന്നെ ഇപ്പോൾ ഒരു S = UT + ½ AT² എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ, അതിനകത്ത് S എന്താണ്, U എന്താണ്, T എന്താണ്, A എന്താണെന്നൊക്കെ നമ്മളിപ്പം അവസാനം വരെ തെർമോഡൈനാമിക്സും മറ്റേ കൈനറ്റിക്സും എല്ലാം കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ആക്സിലറേഷൻ മാത്രമായിരിക്കില്ല, വേറെ പല ഇതും ആവാം. അപ്പോൾ അങ്ങനെയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആവുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലവും കൂടെ നോട്ട് ചെയ്ത് പോകുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. ഈ ഒരു ഇക്വേഷൻ വായിച്ച് ജസ്റ്റ് ആ ഒരു പ്രോബ്ലം കാണുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, ഇതിങ്ങനെയൊക്കെയാണ്, A ഇതാണ്, T അതാണ്, S അതാണ്, അങ്ങനെയൊക്കെ മനസ്സിലാവും. എടാ, ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്തുണ്ടല്ലോ, എൻ്റെ ബാച്ചിലൊരു കൊച്ചുണ്ടായിരുന്നു. അവൻ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ചിട്ട് വന്നതായിരുന്നു. ഇപ്പം സാർ ഒരു പ്രോബ്ലം കൊടുക്കുമ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് എൻ്റെ ആൻസറൊക്കെ വിളിച്ച് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറ്റുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ചിലപ്പോൾ നമ്മുടെ സാറിന് വരും. എല്ലാവർക്കും ഇതറിയാം, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നാലും, പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അവന് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കോംപ്ലക്സ് കളയുക. ഇപ്പം നിങ്ങളുടെ ബാച്ചിൽ ചിലപ്പോൾ റെസിഡൻഷ്യൽ ബാച്ചിലെ പിള്ളേരുണ്ടാവും, റിപ്പീറ്റേഴ്സ് ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പം അവരിൽ നിന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തരാണ്, ഉറപ്പാണ്. കാരണം നിങ്ങളിപ്പം ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ളൊരു എക്സാം പാറ്റേണിൽ നിന്ന് ഒബ്ജക്റ്റീവിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്തവരാണ്. മറ്റവരെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ആ ഒരു കാര്യത്തിൽ പ്രാക്ടീസ് ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മൾ എന്തായാലും ഫൈനൽ എക്സാമിന് ഇവർ എല്ലാവരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി ഈ ഒരു വർഷം കൊണ്ട് കയറി വരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പരമാവധി ഇൻപുട്ട് കൊടുക്കുക. ചിലപ്പോൾ ആദ്യം ഒന്നും ശരിയാവണമെന്നില്ല, പക്ഷെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എഫേർട്ട്സ് ഇട്ടുകൊണ്ടിരിക്കുക, നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കുറേ പേര് ഇപ്പം ബ്രില്യൻറ്റിലാണെങ്കിലും സൈലത്തിലാണെങ്കിലും ഇപ്പം ചില ക്ലാസ്സസൊക്കെ മോശമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുന്ന വേറൊരു കാര്യം കൂടെയാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ടെല്ലാന്ന് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അനിയത്തിയുടെ ക്ലാസ്സിലുള്ള കുറച്ച് കൊച്ചുങ്ങൾ
ടെല്ലയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. കാരണം ഇതേ സമയത്ത് കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് ഞാൻ ടെല്ലിനെ പറ്റിയിട്ട് എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഫിസിക്സ് ഒക്കെ ടഫ് ആണെങ്കിൽ, ഫിസിക്സ് എന്നല്ല കെമിസ്ട്രി എന്നല്ല ബയോ എന്നല്ല, നിങ്ങൾക്ക് ടഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് അപ്രോച്ച് ചെയ്യുക. ഇപ്പം നമ്മളിപ്പോൾ ബ്രില്യൻ്റ് ആയാലും സൈലോ ഒക്കെ ആണെങ്കിലും ഒരു അത്യാവശ്യം ഒരു നല്ല ടോപ്പ് ലെവലുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഫാക്കൽറ്റീസും അതേപോലെ ഒരു ടോപ്പ് ലെവലാണ്. ചിലപ്പോഴൊന്നും അവർ നിലത്തിറങ്ങി, അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു ലെവലിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കണമെന്നില്ല. അപ്പോൾ ഇപ്പം ഓഫ്ലൈൻ ചെയ്യുന്ന കൊച്ചുങ്ങളാണെങ്കിൽ പരമാവധി ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കാണുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനിയത്തിയും കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ചില ഓഫ്ലൈനിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന മനസ്സിലാവാഞ്ഞിട്ട് ഓൺലൈനിലെ ക്ലാസ്സസ് കയറി കാണുക, ചില ഓൺലൈൻ ക്ലാസ്സസും മനസ്സിലാവാഞ്ഞിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ക്ലാസ്സസ് സെർച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ടെല്ലയുടെ. അവരുടെ റിപ്പീറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് 10,000 ആണ്. ഫിസിക്സ് മാത്രമായിട്ട് വേണ്ടവരും കെമിസ്ട്രി മാത്രമായിട്ട് വേണ്ടവരും ബയോ മാത്രമായിട്ട് വേണ്ടവരും ഒക്കെ ടെല്ലയിൽ ജോയിൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ടെല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ റിപ്പീറ്റഡ് പ്രോഗ്രാം ആണടാ. എന്നാലും അവിടെ അപ്രോച്ച് ചെയ്യുന്നത് വേറെ ഏതെങ്കിലുമൊക്കെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തവരായിരിക്കും. അതായത് ഇപ്പം ബ്രില്യൻറ്റിലും സൈലത്തിലും ഒക്കെ പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് അങ്ങനൊരു ഇതുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ റേ ഒപ്റ്റിക്സോ വേ ഒപ്റ്റിക്സോ അങ്ങനെ ചില ചാപ്റ്റേഴ്സൊക്കെ മനസ്സിലാവാതുണ്ടാവും, തെർമോഡൈനാമിക്സ് മനസ്സിലാവാതുണ്ടാവും. അവരുടെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്തൊരു സാഹചര്യമൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെ അപ്രോച്ച് ചെയ്യാനും കൂടെ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ NCERT ടഫായിട്ടുള്ള കൊച്ചുങ്ങൾക്ക് NCERT അൺലോക്ക്ഡ് എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. ഓർഗാനിക് ടഫായിട്ടുള്ളവർക്ക് ഓർഗാനിക് സ്പെഷ്യൽ പാക്കേജിൻ്റെ സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പവർ ബാങ്ക് സീരീസ് ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം റിപ്പീറ്റഡ് പ്രോഗ്രാമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ് എ ടൈം ഇതെല്ലാം കിട്ടും. കാരണം ലാസ്റ്റ് വരെയുള്ള സംഭവങ്ങൾ കിട്ടും. അവർക്കൊരു 30 days ക്രാഷ് പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മളെ നീറ്റ് എക്സാം അടുക്കുമ്പം അതുപോലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്. റിപ്പീറ്റഡ് പ്രോഗ്രാം നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാവധി എന്തായാലും നമ്മൾ അത്യാവശ്യം എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പരമാവധി നമ്മൾ ഈ ഒരു കൊല്ലം തന്നെ അത് നേടിയെടുക്കാനായിട്ട് നോക്കുക. അതിനകത്തിൽ ഇപ്പം നിങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മളൊരു 10,000 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു 5,000 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഒരു വർഷം വേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ശരിക്കും എനിക്ക് ഒരു വിശ്വാസമുള്ളൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഫിസിക്സ് വാലയുടെ ക്ലാസ്സസ് കാണാം. പക്ഷേ ഫിസിക്സ് വാലയുടെ ക്ലാസ്സസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുമ്പം പലപ്പോഴും കൊച്ചുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് ക്ലാസ് ഹിന്ദി ആയതുകൊണ്ടാണ് കേട്ടോ. ഹിന്ദിയിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫിസിക്സ് വാലയുടെ ക്ലാസ്സസ് കാണാം കേട്ടോ. ശരിക്കും നല്ല ക്ലാസ്സസ് ആണ്. പിന്നെ ടെല്ലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റുഡൻസ് റിസൾട്ട് റേഷ്യോ ഒക്കെ കൂടുതലാണ്. ഇപ്പം 20 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരാൾക്ക് ഉറപ്പായിട്ടും എല്ലാ കൊല്ലം അഡ്മിഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബ്രില്യൻറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം 25,000 പിള്ളേർ പഠിക്കുന്നതിനകത്ത് ഇത്ര ഒരു പ്രൊപ്പോർഷനാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതും എല്ലാം ഏകദേശം സെയിം റിസൾട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫിസിക്സ് അലക് പാണ്ഡെയുടെ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ കെമിസ്ട്രിയിൽ കോമളി മാമിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ചിലപ്പോൾ നമ്മുടെ ഫാമിലി പോലും നമ്മളെ തളർത്താനായിട്ടും ഒക്കെ ഒത്തിരി ആളുകൾ കാണും. അവരെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഡീൽ ചെയ്യുക കേട്ടോ. നമ്മൾ പരമാവധി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുമെന്നുള്ളൊരു രീതിയിൽ തന്നെ ഇരിക്കുക. ഇപ്പം നിങ്ങൾ ചെല്ലുന്ന പാടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് നേടിക്കോളാം, ഞാൻ സൂപ്പർ റിപ്പീറ്റ് ചെയ്ത് നേടിക്കോളാം, ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങ് കളയണം. പരമാവധി നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. ശരിക്കും പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് മാക്സിമം എഫേർട്ട് ഇട്ടാലേ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു റിപ്പീറ്റ് പോവേണ്ടി വന്നാൽ പോലും അഡ്മിഷൻ കിട്ടും. അല്ലാതെ ഇക്കൊല്ലം കൊണ്ട് കളഞ്ഞ് അടുത്ത കൊല്ലം ഫ്രഷായിട്ട് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ ഇപ്പോഴേ ഞാൻ പറയുകയാണ്, ബാക്ക്ലോഗ്സ് നിങ്ങൾ പരമാവധി തീർത്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ തുടക്കമായതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3 ചാപ്റ്റർ, ഇപ്പം വീക്ക്ലി എക്സാമിന് 3 സിമ്പിൾ ചാപ്റ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ബാക്ക്ലോഗ്സ് എടുത്ത് പഠിച്ചു. അതേസമയം വീക്ക്ലി എക്സാമിന് 3 ടഫ് ചാപ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക്ലോഗ്സ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അതും പോവും ഇതും പോവും. അപ്പോൾ പരമാവധി കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം. അവിടെ നിങ്ങൾ മെസ്സേജ് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.